പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി രൂക്ഷമായതിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രയേലിലേക്കും വിമാന സർവീസുകൾ നിർത്തിവെച്ച് പ്രമുഖ വിമാന കമ്പനികൾ എന്ന വാർത്ത. ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഇസ്രയേൽ പ്രസിഡന്റിനെ വിലക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി. വിവരങ്ങളുമായി പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെയിംസ്, കാഞ്ഞിരപ്പള്ളി ചെലവാക്കിയ 40 കോടിയുടെ ഒന്നാം സമരത്തിന്റെ ടിക്കറ്റ് ഉടമ കണ്ടെത്തിയിട്ടില്ല. ഈ നേരെ നിൽക്കുന്ന പി ജെയിംസ് തന്നെയാണോ? 20 കോടിയുള്ളൂ, 40 ഇല്ലല്ലേ? അല്ല, പി 2 ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് 40 ആക്കിയത്. പി ആ ഭാഗ്യവാൻ ഈ നേരെ നിൽക്കുന്ന ആള് തന്നെയാണോ? മുഖത്ത് ചിരി കാണുമ്പോൾ 20 കോടി അടിച്ചു മാറ്റിയതുപോലെ തോന്നുന്നു. ഇല്ല എസ്കേൻ, നമ്മൾ അങ്ങനെ മോഹിക്കാറൊന്നുമില്ലോ. ഇത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. ഞാൻ പറഞ്ഞില്ല, അനിയൻ കുവൈറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് എടുത്ത ടിക്കറ്റാണ്. എന്തായാലും ടിക്കറ്റിന് സമ്മാനം അടിച്ചിട്ടില്ല. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു ചാരൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നലെ പി ജെയിംസ് ഇരട്ടി പൈസയ്ക്ക് ആ ടിക്കറ്റ് മറിച്ചു വിറ്റുന്നു. അത് കേൾക്കാൻ സുഖമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. 20 കോടി കിട്ടി, അത് പോരെ എസ്കേൻ. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഭാഗ്യം പോയ സ്ഥിതിക്ക് ഇനി വാർത്ത പറയാം. ഓക്കെ എസ്കേൻ, ഇസ്രായേൽ അടക്കം എല്ലായിടത്തും വളരെ രൂക്ഷമായ അവസ്ഥയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ ഭീഷണി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിലെ പ്രമുഖ വിമാന കമ്പനികളെല്ലാം അവരുടെ വിമാന സർവീസുകൾ ഗൾഫിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും നിർത്തിവെച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ട് എയർ ഫ്രാൻസ്, ജർമ്മനിയുടെ ലുഫ്താൻസ അടക്കമുള്ള നിരവധി പ്രമുഖ കമ്പനികളാണ് ഈ അവരുടെ വിമാന സർവീസുകൾ നിർത്തിവെച്ചിട്ടുള്ളത്. അത് ഇസ്രായേലിലേക്ക് പോകുന്നില്ല. സൗദി, അതുപോലെ തന്നെ ഖത്തർ, അതിന് അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളിലൊന്നും വിമാന സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട യൂറോപ്യൻ കമ്പനികളാണ് പ്രധാനമായും മാറി നിൽക്കുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരുമായിട്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇത് തന്നെ കാണിക്കുന്നത് കാര്യങ്ങൾ രൂക്ഷമാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു ആർമഡ, ഞങ്ങളുടെ വലിയ ഒരു യുദ്ധക്കപ്പലുകളുടെ ഒരു സംഘം ഇറാന്റെ തീരത്തേക്ക് നീങ്ങുന്നുവെന്നാണ്. അതിനുശേഷമാണ് ഈ വിമാന കമ്പനികൾ ഇത് നിർത്തിവെച്ചിട്ടുള്ളത്. ഇറാൻ ഇതിനെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ യുദ്ധ സജ്ജമായിട്ട് നിൽക്കുകയാണ്. ഇസ്രായേലും സർപ്രൈസ് വാറിന്, അത്ഭുതകരമായ ഒരു യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും ഈ വിമാന സർവീസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ പായാം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അത് നിർത്തിവെച്ചിട്ടുള്ളത്. അതിനിടയിൽ എസ്കെയിൻ, നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നത് UN-ൽ, ഐക്യരാഷ്ട്ര സഭയിൽ അവിടുത്തെ മനുഷ്യാവകാശ കൗൺസിൽ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. അത് ഇറാന്റെ പ്രക്ഷോഭകരെ കൊന്നൊടുക്കിയതിനെതിരെ എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ അപ്രതീക്ഷിതമായി ഈ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്തു എന്ന വാർത്ത വരുന്നു. എന്ന് മാത്രമല്ല, ഇറാൻ ഇന്ത്യയെ അതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു. ഇറാനും ഇന്ത്യയുമായിട്ട് ഒരുപാട് വ്യാപാര ബന്ധങ്ങളുണ്ട്. ചാബഹാർ എന്ന തുറമുഖം ഇറാനിൽ പണിതിട്ടുള്ളത് ഇന്ത്യയാണ്. അതുവഴി മധ്യ ഏഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വഴി തുറക്കുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഒരു പ്രത്യേകിച്ച് ഫോറിൻ പോളിസിയിൽ ഒരു ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഏത് നിമിഷവും ഇറാനിൽ യുദ്ധമുണ്ടാക്കുമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഗസയിലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തീർന്നിട്ടില്ല. ഹമാസ് അവിടുന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. 2ാം ഘട്ടം ഉടനെ നടപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ പ്രശ്നങ്ങളെ കാണാൻ. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.